ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും എന്താണ് എല്ലാവിധത്തിലുള്ള അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കൃഷ്ണകുമാറിന് കൊടുത്തിരിക്കുന്നത്, കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്കും കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം BJP പ്രവർത്തകനായി BJPയുടെ സ്ഥാനാർത്ഥിയായി പല സ്ഥലങ്ങളിൽ നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന് ഓർക്കണം. അപ്പോൾ അത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും എല്ലാ സാധാരണ വ്യക്തികളോടും എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദിയുണ്ട്. എനിവേ, ഇപ്പോഴത്തെ ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്തായാലും ആ കാര്യങ്ങൾ നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടികൾ കള്ളത്തരോ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് പ്രൂഫോ കാര്യങ്ങളോ ഇല്ലല്ലോ. അപ്പോൾ അതുകൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. അതായത് ഈ പെൺകുട്ടികൾ ഈ കടയിൽ വരുന്ന പേയ്മെൻറ്റുകളെല്ലാം അത് മാറ്റിയിട്ട് ഇവരുടെ സ്കാനർ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിനകത്ത് തെളിവുണ്ട്. ഏകദേശം 66 ലക്ഷം രൂപ ഈ 3 പെൺകുട്ടികളുടെ സ്കാനർ ഉപയോഗിച്ച് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ. ഇതെനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു കുട്ടി അവരുടെ സ്കാനർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയാണ് മറ്റേ 2 അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഞെട്ടേണ്ട സംഭവം, ഒരു സ്ഥാപനം ചെയ്യുന്നവർ ഞെട്ടേണ്ട സംഭവം തന്നെയാണ്. കാരണം എനിക്കിതിലത് മനസ്സിലാക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒരിക്കലും ഗ്രഹിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരല്പമെങ്കിലും മനസ്സാക്ഷി ഈ പെണ്ണുങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. ഒരല്പമെങ്കിലും മനസ്സാക്ഷി. കാരണം കുറേ നാളായിട്ട് ആ സ്ഥാപനം നടത്തി ഈ പറഞ്ഞ ദിയയുടെ കൂടെ നിന്ന് ആൾക്കാരല്ലേ, ചെറിയ 10, 100, 200 രൂപയ്ക്ക് ചെറിയ കമ്മീഷൻ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പോട്ടെന്ന് കൂട്ടാം, അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്കുകളാണെങ്കിൽ പോട്ടെന്ന് കൂട്ടാം. ഇത് 66 ലക്ഷം രൂപയൊക്കെ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുകയും എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കുകയും കൂടെ ചെയ്താൽ, അതും ജാതിപരമായിട്ടൊക്കെ കേസ് കൊടുക്കുകയും ചെയ്താൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ മലയാളികളുടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൺകുട്ടികളുടെ ക്യാരക്ടർ അവിടെ പോയി, നേച്ചർ അവിടെ പോയി. എന്ത് നെറികേടും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടറായി മാറി ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് വേണമെങ്കിലും പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നിട്ട് ഞാൻ എല്ലാ പെൺകുട്ടികളെയും പറയുന്നതല്ല, പക്ഷേ എനിക്കിതൊന്നും ഒട്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തൊരു കാര്യം തന്നെയാണ് സത്യം പറയാലോ. അതുകൊണ്ട് ഞാൻ പറയാലോ 100% എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പോലീസ് ഇവരുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഇവരോട് വരാൻ വീട്ടിൽ പോയി, ഇവരോട് വരാൻ അറിയിച്ചു. വരാൻ അറിയിച്ച സമയത്ത് ഇവരാരും എത്തിയില്ല. അവിടെ വീട്ടിൽ പോയി പോലീസ് അന്വേഷണം പറഞ്ഞാൽ അവിടെ അവരില്ല. ഫോണിലൂടെ വിളിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോൾ അവരെ കിട്ടാനില്ല. അതായത് 3 പേര് മുങ്ങി. എന്നാലും 3 പേര് മുങ്ങി. ഈ മുങ്ങിയത് അവർക്കറിയാം, ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമെന്നറിയാം. പക്ഷെ ഞാൻ പറയാം, ഇതിനും പിന്നിലും ഒരാളുണ്ട്. അതാരാണ്